വരുമ്പോൾ ഈ സൈഡിൽ നിറയെ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സ്കൂട്ടർ വന്ന് ബ്രേക്ക് ഇട്ടാൽ അത് സ്കിഡായി നേരെ ഈ ഓവിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിൽ ഏറ്റവും അധികം അപകടം നിറഞ്ഞ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കമ്പികളാണ്. നിറയെ കമ്പികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആ ബൈക്കുകാരൻ ഈ കമ്പിക്ക് മുകളിലേക്കാണ് വീണിരുന്നെങ്കിൽ മറ്റൊന്നാകുമായിരുന്നു കഥ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല. അദ്ദേഹം ഹെൽമെറ്റ് ഉൾപ്പെടെ ധരിച്ചിരുന്നു. അതുകൊണ്ട് ഗുരുതരമായ പരിക്കില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഏതായാലും ആ ദൃശ്യങ്ങളിൽ ഒരു കാറ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് തിരിയുന്നത് കാണുന്നുണ്ടായിരുന്നു. ആ കാറിലുണ്ടായിരുന്ന വ്യക്തി കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അത് സംഭവിച്ചെന്താന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി അവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ആ ഇൻഡിക്കേറ്റർ ഇട്ടത് കണ്ടിട്ടില്ല. ആ സ്കൂട്ടർ യാത്രക്കാരൻ ഇൻഡിക്കേറ്റർ ഇട്ടത് കാണാതെ അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഓൾറെഡി മണലുള്ളതുകൊണ്ട് സ്കിഡായിട്ട് അദ്ദേഹം ഈ ഓടയിലേക്ക് ഓൾറെഡി കാലിന് ഒരു ഇത്തിരി സ്വാധീനക്കുറവുള്ള ആളും കൂടിയാണ്. അപ്പൊ ഉദ്ദേശിച്ച പോലെ അദ്ദേഹത്തിന് ചവിട്ടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ സ്കിഡായിട്ട് ഇങ്ങോട്ട് വീണ്. അപ്പൊ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒന്നും പറ്റിയില്ല അദ്ദേഹത്തിന്. എന്നാലും കൈക്കൊക്കെ സാരമായ പരിക്കുണ്ട്. എണീറ്റ് നിൽക്കാനൊക്കെ ആദ്യം കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് കൈയൊക്കെ കെട്ടി ഒരു അത്യാവശ്യം ടി എടുക്കാനൊക്കെ ഉള്ളൊരു പൈസ ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ കുറെ നിർബന്ധിച്ച് പുള്ളി ഇതാക്കിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ CCTV വിഷ്വൽ ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് കേസായിട്ട് പോവുകയാണെങ്കിൽ അതിന് വേണ്ട എന്ത് സപ്പോർട്ടോ ഹെൽപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരമോ അതിന്റെ മുകളിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ വേണ്ട എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ചെയ്യാമെന്നും നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. പക്ഷെ ഈ കിടക്കുന്ന ഈ കമ്പി ഈ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നത് അത് എന്തെങ്കിലും അധികൃതര് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ ഇവിടെയുള്ള ആൾ തന്നെയാണ്. സ്ഥിരമായിട്ട് ഇത്തരത്തിലൊരു ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ കമ്പിയിലേക്കൊക്കെ ആള് വീണാൽ അത് വലിയ രീതിയിലുള്ള പരിക്കുണ്ടാക്കില്ലേ? ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കൂ. അത് നമ്മൾ ഇവിടെ പണിയെടുക്കുന്ന പണിക്കാരോടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്ടർമാരൊക്കെ കാണുന്ന സമയത്ത് അവരോട് നമ്മളത് പറയാറുണ്ട്. അധികാരികളുടെ അടുത്തേക്ക് പോകാൻ മാത്രമുള്ള ഒരു ഇത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് പണിക്കാരെ കാണുമ്പോഴും കോൺട്രാക്ടേഴ്സിനെ കാണുമ്പോഴും നമ്മൾ പറയാറുണ്ട്. തീർച്ചയായും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ നിരന്തരം ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത്.